നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ജിടെക് കമ്പ്യൂട്ടർ സെന്ററിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കലോത്സവം പാനൂരിൽ സംഘടിപ്പിച്ചു. ജിസൂം ഫെസ്റ്റിവൽ ഓഫ് യൂത്ത് സെഷൻ 11 പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജിടെക് കമ്പ്യൂട്ടർ സെന്ററിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കലോത്സവം പാനൂരിൽ സംഘടിപ്പിച്ചു. ജിസൂം ഫെസ്റ്റിവൽ ഓഫ് യൂത്ത് സെക്ഷൻ 11 പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ ഒരു പരിപാടി ജിടെക് ടീമിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു പരിപാടി നിങ്ങൾ തീർച്ചയായും ഒരു മത്സര ബുദ്ധിയോടെ മാത്രം കാണാതെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയും അതുപോലെ അത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുമായിരിക്കണം എന്ന് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ന് സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന മിക്ക കലാകാരന്മാരും പ്രയത്നിച്ച് ഇത്തരത്തിൽ മുന്നിട്ട് വന്നവരാണ്. അത് മാത്രമല്ല നിങ്ങളുടെ വിദ്യാഭ്യാസം അതുകൂടി നിങ്ങൾ എന്താ പറയാ അതിനെ നിങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ഒരിക്കലും വിദ്യാഭ്യാസത്തെ നിങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. പാനൂർ നഗരസഭാ അംഗം പി.കെ. പ്രവീൺ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജിടെക് എന്നത് പാനൂരിനെ സംബന്ധിച്ചിടത്തോളം പാനൂരിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അത് ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് വിദ്യാർത്ഥികളും അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇന്നിവിടെ അതിന്റെ ഭാഗമായി നടക്കുന്ന ഫെസ്റ്റാണ്, ഒരു കലോത്സവം. കണ്ണൂർ കാസർഗോഡ് ജില്ല പങ്കെടുക്കുന്ന കലോത്സവമാണ്. നേരത്തെ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞിരുന്നു 1 ലക്ഷം സമ്മാനം ലഭിക്കാണ് ഫസ്റ്റിരുന്നത്. പക്ഷേ ഇത് കണ്ണൂർ കാസർഗോഡിന്റെ ആണെങ്കിലും കണ്ണൂർ ജില്ലക്കാരനെന്ന നിലയിൽ അത് കണ്ണൂരിന് ലഭിക്കട്ടെ എന്നൊരു ആശംസ കൂടി നേടിയാണ്. കാസർഗോഡിനുള്ള മാധ്യമത്തിനല്ല, അത് കണ്ണൂർക്കാരനാണെന്നുകൊണ്ട് പറയുകയാണ്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് പോലെ ആളുകൾ പറയുന്നത് നോളജ് നെവർ എൻഡ്സ് എന്ന് പറഞ്ഞു. ഒരിക്കലും അറിവ് അവസാനിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ തുടങ്ങി വെച്ച പഠനം ചിലപ്പോൾ നാളെ മാറി നിൽക്കും. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ 3 വിന്നർ ആതിര വിജിത്ത് ചടങ്ങിന്റെ വിശിഷ്ടാതിഥിയായിരുന്നു. മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് മുഖ്യ പ്രഭാഷണം നടത്തി. കുട്ടികളുടെ ഈ ഒരു ഗാദറിംഗിൽ കൂടിയാണ്, ഈ ഒരു ഗെറ്റുഗതറിൽ കൂടിയാണ് നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളിലും നമ്മൾ ഇതേപോലെ ഓരോ ജില്ലാടിസ്ഥാനത്തിൽ ആദ്യം സെന്റർ ലെവൽ കോമ്പറ്റീഷൻ, അതിനുശേഷം ജില്ലാടിസ്ഥാനത്തിൽ ഇതേപോലെ പരിപാടി നടത്തി ഇതിൽ നിന്നും മെഗാ ഫിനാലയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യും. ഇന്നിപ്പോ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ വരുന്ന 12-ാം തീയതി ഫെബ്രുവരി 12-ാം തീയതി തിരുവനന്തപുരത്ത് ടാഗോർ ഹാളിൽ വെച്ച് നടക്കുന്ന മെഗാ ഫിനാലയിലേക്ക് പങ്കെടുക്കാനുള്ള അവസരമാണ് വരിക. അപ്പൊ ജിടെക്കിനെ കുറിച്ച് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ 24 വർഷങ്ങൾക്കുള്ളിൽ 23 രാജ്യങ്ങളിൽ നമ്മുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ 23 രാജ്യങ്ങളിൽ പോയാൽ US-ലോ UK-ലോ സിംഗപ്പൂരോ ഇനി അതല്ല നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഖത്തറിലോ ദുബായിലോ എവിടെ നിങ്ങൾ പോയാലും അവിടെയൊക്കെയും ജിടെക്കിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഡയറക്ടർമാരായ സബീർ അലി, ദീപക് ദേവദാസ്, പ്രജിൻ, അനൂപ്, രമേശ്, നിഷാദ്, ജിതിൻ, ആൽബിൻ, ബിനീഷ്, നന്ദകുമാർ, ജിതേഷ്, ശശി, ഷാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജിടെക് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഞാനൊരു പാനൽ കോളേജിൽ അധ്യാപക കൂടിയാണ്. ഞാനൊരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫീൽഡിലേക്ക് കടന്നു വരുമ്പോൾ ജിടെക് എന്ന് പറയുന്നത് എൻ്റെ പ്രദേശമായ കുറ്റ്യാടിയിലെ ഏറ്റവും മികച്ച ഒരു IT സ്ഥാപനമായിരുന്നു. തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികളുടെ കലോത്സവം അരങ്ങേറി. പാനൂർ ജിടെക്കിന്റെ നേതൃത്വത്തിലാണ് ജിസൂം ഫെസ്റ്റിവൽ ഓഫ് യൂത്ത് സെക്ഷൻ 11 പാനൂരിൽ അരങ്ങേറിയത്. സമഗ്ര ന്യൂസ്, പാനൂർ.